AKG സെന്റർ നിർമ്മാണത്തിന് CPM വാങ്ങിയത് തർക്കഭൂമി എന്നറിഞ്ഞുകൊണ്ട് തന്നെയെന്നതിന് തെളിവുകൾ പുറത്ത്. തർക്കഭൂമിയായതിനാൽ വാങ്ങരുതെന്ന് കാട്ടി മുൻ ഉടമകളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഭൂമി വിവാദത്തിൽ സുപ്രീം കോടതി CPMന് നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. AKG പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാൻ സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ AKG സെന്റർ നിർമ്മാണവും വിവാദത്തിലാകുന്നത്. 2020 സെപ്റ്റംബർ 25-നാണ് ഇപ്പോഴത്തെ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമി CPM വാങ്ങിയത്. 32 സെന്റ് സ്ഥലം 6.4 കോടി രൂപയ്ക്കായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പ്രമാണം ചെയ്തത്. ഇതിനു മുമ്പ് ജൂൺ 9-നാണ് VSSC ശാസ്ത്രജ്ഞൻ കൂടിയായ ഇന്ദുഗോപൻ തങ്ങളുടെ ഭൂമി ചിലർ തട്ടിയെടുത്തതാണെന്നും CPM വാങ്ങരുതെന്നും ആവശ്യപ്പെട്ട് കോടിയേരിക്ക് കത്ത് നൽകിയത്. ഇന്ദുഗോപന്റെ മുത്തച്ഛൻ P. ജനാർദ്ദനൻ പിള്ള 1998 ഏപ്രിലിൽ വാങ്ങിയ ഭൂമി ലേല നടപടിയിലൂടെ ചിലർ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. CPM ഈ ഭൂമി വാങ്ങിയാലും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇന്ദുഗോപൻ നൽകിയിരുന്നു. ഇതൊക്കെ അവഗണിച്ചാണ് CPM ആ ഭൂമി വാങ്ങിയതും 9 നില കെട്ടിടം നിർമ്മിച്ചതും. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഭൂമി വാങ്ങിയതെന്ന് CPM നേതൃത്വം പറയുന്നു. എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് AKG സെൻ്റർ പാർട്ടി ആ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഭൂമി വാങ്ങും, എന്തെങ്കിലും തർക്കമുണ്ട് കാര്യങ്ങൾ വാങ്ങും. പാർട്ടി എല്ലാ നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെയൊക്കെ ഉപദേശം തേടിയിട്ടാണ്, എല്ലാ ഡോക്യുമെൻസും പരിശോധിച്ചിട്ടാണ്, ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ഞങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കില്ല, തെറ്റായ ഒരു നടപടി സ്വീകരിക്കില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഞങ്ങളെക്കുറിച്ച് തെറ്റാണെന്ന് ലെവലേശ ചെറിയൊരു അംശമെങ്കിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകില്ല. പിന്നെ ഇതെല്ലാം വാർത്തയുണ്ടാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഒരു പൂരമായിരിക്കും. നടത്തട്ടെ. ഇന്ദുഗോപന്റെ കുടുംബത്തിന്റെ പരാതിയിൽ സുപ്രീം കോടതി CPMന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.